ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. അഞ്ജു മിസ് ആണ്. അപ്പം മക്കളെ, നമ്മളുടെ NMMS എക്സാം ആണ് ഡിസംബർ 30 എല്ലാവരും അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞോ? അപ്പോൾ അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തോളാം. ഇനി 27 വരെ സമയമുള്ളൂ. അപ്പോൾ ഇനി വൈകി നീട്ടി കൊണ്ടുപോകണ്ട, പെട്ടെന്ന് തന്നെ അപ്ലൈ ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാറ്റിനകത്തുള്ള ഫിസിക്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം പ്രഷർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മളടുത്ത് പഠിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും പ്രഷർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. സ്കൂളിലും എടുത്തു കഴിഞ്ഞു, നമ്മളുടെ ബാച്ചിലും അതേപോലെ തന്നെ യൂട്യൂബിലെ വൺ ഷോട്ടും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കളും ആ ചാപ്റ്റർ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയൊക്കെയാണ് NMMSന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മിസ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ. നമുക്കിവിടെ ശക്തി ബാച്ച് ഉണ്ട് 8ാം ക്ലാസ്സുകാർക്കായിട്ട്. നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കേണ്ടത്, എന്താണോ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യം, അതൊക്കെയുള്ളൊരു ബാച്ചാണ് നമ്മുടെ ശക്തി ബാച്ച്. അപ്പോൾ ആ ശക്തി ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ അവർക്കുള്ളൊരു സന്തോഷ വാർത്തയാണ്. ഇപ്പം നമുക്ക് ദീപാവലി ഓഫർ ഉണ്ട്. അപ്പോൾ ഫീസിലൊക്കെ വലിയൊരു ഇളവ് തന്നെ വന്നിട്ടുണ്ട്. 2500 രൂപയുള്ള സ്ഥാനത്ത് 1999 രൂപയാണ് ഇപ്പം ഫീസ് വരുന്നത്. അപ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ, നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ, അതായത് ഓണം എക്സാം കഴിഞ്ഞപ്പം തന്നെ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എങ്ങനെ ക്രിസ്മസ് എക്സാമിന് പഠിക്കണം. അതായത് ഒറ്റയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെ നീങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾക്കിപ്പോൾ പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു സപ്പോർട്ടായിട്ട് നമ്മളുണ്ട്. അപ്പം നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം. അപ്പം നമുക്ക് പ്രഷറിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ മിസ് ഒരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് കാണിക്കുന്ന സമയത്ത് ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ആൻസർ ഗസ് ചെയ്യല്ല, നിങ്ങൾ പറയുക. കാരണം നിങ്ങൾ പഠിച്ച ചാപ്റ്ററാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ചെയ്യാം. താഴെ ഓരോ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1, അതിൻ്റെ ആൻസർ 2, 3 എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ ആൻസർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ നിങ്ങൾ ആൻസർ പറഞ്ഞു നോക്കുക. എന്നാലേ നിങ്ങൾക്ക് ഈ കാര്യം അറിയോ, നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. SI യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് ഡാഷ്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് ഡാഷ് ആണ്. എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ തന്നിട്ടുണ്ട്, പാസ്കൽ തന്നിട്ടുണ്ട്, ജൂൾ തന്നിട്ട്, വാട്ട് തന്നിട്ടുണ്ട്. നമുക്കറിയാം പാസ്കലാണ് SI യൂണിറ്റ്. പ്രഷറിൻ്റെ മർദ്ദത്തിൻ്റെ SI യൂണിറ്റ് ഏതാണ്? പാസ്കലാണ്. മക്കളെ, നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉറപ്പായിട്ട് NMMSന് ഇതുപോലെ ഏതെങ്കിലും ക്വാണ്ടിറ്റീസ് തന്നിട്ട് അതിൻ്റെ SI യൂണിറ്റ് ചോദിക്കും. ഉറപ്പാണ്, ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റീൻ്റെ 1 or 2 ക്വാണ്ടിറ്റീസിൻ്റെ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്ററിൽ ഒരുപാട് ക്വാണ്ടിറ്റീസ് പഠിക്കുന്നുണ്ട്. ഫോഴ്സ് പഠിക്കുന്നുണ്ട്, ഏരിയ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലെങ്ത്ത്, ടെമ്പറേച്ചർ, ഇങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റീസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെയും പഠിക്കുന്ന ക്വാണ്ടിറ്റീസിൻ്റെ പേര് എഴുതുക. ഇങ്ങനെ 2 ടേബിൾ ആക്കുക. മിസ് വരഞ്ഞ പോലെ ഇങ്ങനെ 2 ടേബിൾ ആക്കുക. ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ആ ക്വാണ്ടിറ്റിയുടെ നെയിം എഴുതുക. എന്നിട്ട് SI യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ടേബിളിൽ SI യൂണിറ്റ്സ് എഴുതാം. ഇപ്പം നമുക്ക് പ്രഷർ എന്ന് എഴുതാം, മർദ്ദം എന്ന് എഴുതാം, അതിൻ്റെ SI യൂണിറ്റ് ഏതാണെന്ന് എഴുതാം, പാസ്കലിന് എഴുതാം. ഇനി ടെമ്പറേച്ചർ ആണ്, ടെമ്പറേച്ചർ എന്ന് എഴുതാം, അതിൻ്റെ SI യൂണിറ്റ്, താപനിലയുടെ SI യൂണിറ്റ് ഏതാണ്, കെൽവിൻ എന്ന് എഴുതാം. അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ ലിസ്റ്റ് ചെയ്ത് ഒരു ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് ഒരു ആഴ്ചയിൽ നിങ്ങൾ അതൊന്നും ഇങ്ങനെ വെറുതെ വായിച്ചു നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. റെഡി ആണല്ലോ? അപ്പോൾ ഇത് ശരിയായത് ഒരു ഗ്രീൻ ടിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഷർ ഈസ് ഡിപ്പെൻഡ് ഓൺ ഡാഷ്. മർദ്ദം ഡാഷ് ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ നോക്കൂ. ഫോഴ്സ് ഓൺലി, ഏരിയ ഓൺലി, ബോത്ത് ഫോഴ്സ് ആൻഡ് ഏരിയ, നെയ്തർ ഫോഴ്സ് നോർ ഏരിയ. ബലം മാത്രം, പരപ്പളവ് മാത്രം, ബലവും പരപ്പളവും, ബലമോ പരപ്പളവോ അല്ല. അപ്പം നമുക്കറിയാം പ്രഷറിൻ്റെ ഇക്വേഷൻ P = F/A ആണ്. പ്രഷർ മർദ്ദം F/A എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ F എന്ന് പറയുന്നത് എന്താണ്? ത്രസ്റ്റ് ആണ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? യെസ്, ഒരു സർഫസിൽ പെർപെൻഡിക്കുലറായിട്ട്, ലംബമായിട്ട് അനുഭവപ്പെടുന്ന ബലത്തിനെ, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? പ്രഷർ, മർദ്ദം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബലത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. ഇനി അടുത്തത് ഏരിയ. പരപ്പളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? പരപ്പളവിനെ ആശ്രയിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? പരപ്പളവ് കൂടുമ്പം, ഏരിയ കൂടുമ്പം പ്രഷർ, മർദ്ദം കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, വിപരീതാനുപാതത്തിലാണ്. അപ്പം മർദ്ദം ബലത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ഏരിയ പരപ്പളവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഓപ്ഷനാണ്? ബോത്ത് ഫോഴ്സ് ആൻഡ് ഏരിയ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ബലവും പരപ്പളവിനെയും ആശ്രയിച്ചിരിക്കുന്നുണ്ട്. കറക്റ്റ് ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രഷർ എക്സർട്ടഡ് ബൈ എ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ. ഒരു ദ്രാവകം ചെലുത്തുന്ന മർദ്ദം ആശ്രയിച്ചിരിക്കുന്നത് എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഓപ്ഷൻ വായിച്ചോളൂ. ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആൻഡ് ഡെപ്ത്, ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും ആഴവും. രണ്ടാമത്തത് ഷേപ്പ് ഓഫ് കണ്ടെയ്നറിൻ്റെ ആകൃതി. മൂന്നാമത്തത് ഏരിയ ഓഫ് സർഫസ്. മൂന്നാമത്തേതാണ് ഉപരിതല പരപ്പളവ്. ദ്രാവകത്തിൻ്റെ നിറം, കളർ ഓഫ് ലിക്വിഡ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കുക. ദ പ്രഷർ എക്സർട്ടഡ് ബൈ എ ലിക്വിഡ്, അതായത് ഒരു ദ്രാവകത്തിൽ അനുഭവപ്പെടുന്ന ബലം. നമുക്കറിയാം, ഒരു ദ്രാവകത്തിൻ്റെ കേസിൽ, ഒരു ലിക്വിഡിൻ്റെ കേസിൽ, ഇതൊരു ലിക്വിഡാണെന്ന് കരുതുക, ആഴം കൂടുമ്പോൾ, ഡെപ്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ എന്ത് ചെയ്യും? മർദ്ദം ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആഴം കൂടുമ്പോൾ മർദ്ദം ഇൻക്രീസ് ചെയ്യും. നമ്മളൊരു ബോട്ടിൽ വെള്ളം എടുക്കുന്നു, എന്നിട്ട് മുകളിലൊരു ഹോൾ ഇടുന്നു, താഴെ ഒരു ഹോൾ ഇടുന്നു. ഏത് ഹോളിലൂടെയുള്ള വെള്ളമായിരുന്നു ദൂരേക്ക് പോയത്? താഴെയുള്ള ഹോളിലെ. കാരണം എന്താ? താഴെ വെള്ളത്തിനടിയിലേക്ക് പോകുന്തോറും എന്ത് കൂടുന്നുണ്ട്? മർദ്ദം കൂടുന്നുണ്ട്. അപ്പം അത് ഡെപ്തിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ? ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഡെൻസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? സാന്ദ്രതയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? സാന്ദ്രതയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇല്ലേ മക്കളെ? കാരണം സാന്ദ്രത കൂടുമ്പോൾ മർദ്ദം കൂടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ എ ആണ് വരിക. നമുക്ക് ബാക്കി ഓപ്ഷനും കൂടെ നോക്കാം. ഷേപ്പ് ഓഫ് എ കണ്ടെയ്നറിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി സർഫസിലുള്ള ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? അതും ഇല്ല. ഇനി അടുത്തത് ഒരു ദ്രാവകത്തിൻ്റെ നിറത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നോ? ഇല്ല. അപ്പം ഏതിനെ മാത്രമാണ് ഈ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡെൻസിറ്റി, സാന്ദ്രതയെയും അതേപോലെ ഡെപ്തിനെയും ആഴത്തെയും ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, when we climb a mountain we feel breathless because of dash. നമ്മളൊരു മല കയറുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. കാരണം എന്താണ് കാരണം? നമുക്കറിയാം. നമുക്ക് ഈ ഓപ്ഷൻ ഒന്നും നോക്കണ്ട. മല കയറുമ്പോൾ നമുക്ക് ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത് എന്താണ്? ഹൈറ്റിലേക്ക് പോകുന്തോറും മർദ്ദത്തിന് എന്താണ് സംഭവിക്കുക? മർദ്ദം ഉയരത്തേക്ക്, ഒരു മല കയറി മുകളിലെത്തുമ്പോൾ അവിടെ മർദ്ദം എന്തായിരിക്കും? മർദ്ദം കുറയും അല്ലേ? പ്രഷർ എന്ത് ചെയ്യും? കുറയും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഷർ, എയർ പ്രഷർ ലോ എന്നുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ബി മാത്രമാണ് അല്ലേ? എയർ പ്രഷറിൻ്റെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മല മുകളിലെത്തുമ്പം, ഇതൊരു മലയാണ്, ഇതിന് മുകളിൽ നമ്മൾ എത്തി. അപ്പോൾ ഇവിടെ കുറച്ച് വായു മാത്രമല്ലേ, എയർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ്? ഇവിടെ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്തോറും മർദ്ദം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. എയർ പ്രഷർ കുറഞ്ഞു വരും. അപ്പോൾ ഈ ഓപ്ഷൻസ് ഒന്നും നമ്മൾ വായിക്കേണ്ട. നമുക്ക് നമ്മളുടെ എയർ പ്രഷർ ഈസ് ലോ, അതായത് വായുമർദ്ദം കുറവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, which of the following has highest pressure on the ground? താഴെ പറയുന്നവയിൽ ഏതിനാണ് ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ മർദ്ദമുള്ളത്? അപ്പം നിങ്ങൾ ഈ 4 ഓപ്ഷൻ നോക്കുക. എലിഫന്റ് തന്നിട്ടുണ്ട്, അതേപോലെ ആന, പിന്നെ ഹ്യൂമൻ മനുഷ്യൻ തന്നിട്ടുണ്ട്, ക്യാമൽ ഒട്ടകം തന്നിട്ടുണ്ട്, പിന്നെ ഗേൾ വിയറിങ് ഹൈ ഹീൽസ് അല്ലേ, ഒരു ഉയർന്ന ഹീൽസ് ധരിച്ച പെൺകുട്ടി. അതായത് നമുക്ക് ആ ചിത്രം തന്നെ ഒന്ന് നോക്കാം. നമുക്കറിയാം, നമ്മളൊരു കാര്യം നമ്മൾ പഠിച്ചതാണ്, P = F/A എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പം നമുക്കറിയാം, ഏരിയ കൂടുന്ന സമയത്ത് മർദ്ദം എന്ത് സംഭവിക്കും? ഏരിയ കൂടുമ്പം മർദ്ദം കുറയും എന്നുള്ളത് നമുക്ക് പഠിച്ചതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഇവരൊക്കെ ഫോട്ടോ വെച്ച് നോക്കിയേ. ആനയുടെ കാല് നോക്കിയേ, സർഫസുമായിട്ട് ഗ്രൗണ്ടുമായിട്ട് ഏരിയ കൂടുതലാണ്. ഇനി നമ്മളുടെ മനുഷ്യന്മാരുടെ കാലായാലും ഏരിയ അത്യാവശ്യമുണ്ട്. ഒട്ടകത്തിൻ്റെ നോക്കിയാലും അത്യാവശ്യം ഏരിയ ഉണ്ട്. ഏതിനെ അപേക്ഷിച്ച്? ഈ ഹൈ ഹീൽസിനെ അപേക്ഷിച്ച് അല്ലേ? ഹൈ ഹീൽസ് ആകുമ്പോൾ എങ്ങനെയാണ്? ഒരു പിന്ന് പോലെ ഇങ്ങനെ
ഒറ്റ ഇതിലല്ലേ കുത്തി നിൽക്കല്ലേ ചെയ്യുന്നത്. അപ്പം ഏരിയ ഓഫ് കോണ്ടാക്ട് വളരെ കുറവാണ്. ഏരിയ ഓഫ് കോണ്ടാക്ട് കുറയുമ്പം മർദ്ദം എന്ത് ചെയ്യും? ഏരിയ കുറയുമ്പം മർദ്ദം പ്രഷർ എന്ത് ചെയ്യും? കൂടും അല്ലേ. അപ്പം നമുക്കിവിടെ ഏതിനാണ് പ്രഷർ കൂടുതൽ, ഏറ്റവും കൂടുതൽ മർദ്ദമുള്ളത് ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ഈ കേസിൽ വരുന്നത്. ഏതാണ്? ഗേൾ വെയറിങ് ഹൈ ഹീൽസ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് വായിക്കണം. എന്നിട്ട് ഇതിനകത്ത് ആ ഏരിയ കൂടുതൽ ഏതിനാണ്, ഏരിയ കുറവ് ഏതിനാണെന്നുള്ളത് എഴുതുന്നത് നിങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഈ പിക്ചറൊക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരിക. നമ്മളുടെ ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ആണ് വരിക. അപ്പം നമുക്ക് അതൊക്കെ മനസ്സിൽ കാണാൻ പറ്റുമല്ലോ. എന്നിട്ട് ആൻസർ ചെയ്യുക. സിമ്പിളാണ്, ഫാസ്റ്റായിട്ട് ആൻസർ ചെയ്യണം. അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബാരോമീറ്റർ വാസ് ഇൻവെന്റഡ് ബൈ ഡാഷ്. ഓക്കെ, ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ബാരോമീറ്റർ എന്താണ്? അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടിയിട്ട്, എയർ പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് എഴുതാം ബാരോമീറ്റർ. പക്ഷെ ക്വസ്റ്റ്യൻ അതാണോ? അല്ല. ബാരോമീറ്റർ ആരാണ് കണ്ടുപിടിച്ചത്? ആരാ ബാരോമീറ്റർ കണ്ടുപിടിച്ചതെന്ന് അറിയോ? നോട്ട് ചെയ്തോളൂ. അറിയാത്തവർ ടോറിസെല്ലിയാണ്. ഓപ്ഷൻ ബി, ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യം ക്ലിയർ ആണോ? അപ്പോൾ ഇതൊക്കെ നമുക്ക് NMMS എന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി മക്കൾ എന്ത് ചെയ്യുക? നിങ്ങൾ പറഞ്ഞ എത്ര പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റിൽ നോക്കാം. ഇനി എല്ലാം ശരിയായവരുണ്ടെങ്കിൽ ഓൾ ടിക്ക് ഇടുക, ഓൾ ഗ്രീൻ ടിക്ക് ഇടുക, ഓൾ ശരി എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ചെയ്യുക. ഇനി തെറ്റിപ്പോയതുണ്ടെങ്കിൽ എത്ര എണ്ണമാണോ നിങ്ങൾക്ക് ശരിയായത് അത്രയും ശരി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ മോർ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. NMMS സാറ്റിൻ്റെയും മാറ്റിൻ്റെയും ഒക്കെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. മക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ.